ഇതന്നെ അവൻ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവന് ഒരു പോയിന്റ് എത്തിയപ്പോൾ ലൈഫ് ചേഞ്ച് ആയി. ഒരു ക്വസ്റ്റ്യൻ അവനെ അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് അവനും ഒരു തിരിച്ചറിവ് കിട്ടിയത്. അപ്പോൾ അത് ഒരുപാട് പേര് ഈ ലൈഫിന്റെ പ്രിഡിക്റ്റബിൾ ട്രാപ്പിൽ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ ചെയ്ത് മുന്നോട്ട് പോയി ഫേസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക 90s കിഡ്സിനായിരിക്കും. നമ്മൾ ജോലിക്ക് കയറിയിട്ട് 10 വർഷമായോ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പോയിട്ട് ഇത്രയും വർഷമായോ എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വളരെ ആശ്ചര്യത്തോടുകൂടി പലപ്പോഴും പറയാറുണ്ട്. ബ്രെയിൻ എപ്പോഴും പുതിയ എക്സ്പീരിയൻസുകൾക്കും പുതിയ കാര്യങ്ങൾക്കുമാണ് അറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ ഇതിന് ടൈം അവിടെ കാൽക്കുലേറ്റ് ആവുള്ളൂ. ഇപ്പം അമലിൻ്റെ കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അമലിൻ്റെ കുട്ടികൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം പുതിയ കാര്യങ്ങളാണ്. സമയം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ദിവസങ്ങൾ മാസങ്ങളാവുക, മാസങ്ങൾ വർഷങ്ങളാവുക. നമ്മൾ അറിയാതെ ഇങ്ങനെ സമയം സ്പീഡിൽ ബ്ലിങ്ക് ഓഫ് എ സെക്കൻഡിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക 90s കിഡ്സിനായിരിക്കും. നമ്മൾ ജോലിക്ക് കയറിയിട്ട് 10 വർഷമായോ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പോയിട്ട് ഇത്രയും വർഷമായോ എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വളരെ ആശ്ചര്യത്തോടുകൂടി പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മളൊരു ടീനേജറിൻ്റെ അടുത്ത്, സ്കൂളിൽ പഠിക്കുന്നോ ടീനേജേഴ്സിൽ ആരെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതുപോലത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് സമയം ഒരുപാട് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നത്? ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ നമുക്കത് പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ 2025 കഴിയാൻ ഇനി ആകെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അടുത്ത ന്യൂ ഇയർ ആവാൻ പോവാണ്. എന്തുകൊണ്ടാണ് സമയം ഇത്രയും പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നത്? അത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കാണ് ഞാനും ജോബിനോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു ബ്രീഫ് ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ, ജോബിയുടെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു കഥയായിരിക്കും പറയുന്നുണ്ടാവുക. അതിനിടയിൽ ചെറിയ സയൻസ്, ന്യൂറോ സയൻസ്, സൈക്കോളജി പരിപാടിയൊക്കെ വരുന്നുണ്ട്. അവിടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ദ വീഡിയോ വിൽ ബി. വെൽക്കം എവ്രി വൺ ടു റോക്സ് ആൻഡ് ജോബി ന്യൂ പോഡ്കാസ്റ്റ് വൈ ടൈം ഫ്ലൈസ്. നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലൈഫിൽ സെറ്റിലാവാൻ നോക്കും. ഓക്കെ, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണോ അത്രത്തോളം നമ്മുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയി പോവുക ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ എല്ലാവരും നന്നായി പഠിച്ചു, നല്ല ജോലി വന്നു, അതായത് വൈറ്റ് കോളർ ജോബൊക്കെ ആയിട്ട് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ജീവിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കാശ് സമ്പാദിക്കുന്നുണ്ട്. എന്തിനാ സമ്പാദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. നമ്മൾ എന്തിനാ കാശ് സമ്പാദിക്കണേ? കുറേ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി അങ്ങോട്ട് ഉപയോഗിച്ചങ്ങോട്ട് തീർക്കുക. അല്ലാണ്ട് എന്നുള്ള ചോദ്യമില്ല. പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും സർവൈവലിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അവരെന്തിനാ പൈസ ഉണ്ടാകുക വെച്ചാൽ ബേസിക് സർവൈവലിന് വേണ്ടി, ഫുഡ് വാങ്ങിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കണമെന്ന് പറയുക. പക്ഷേ ഇന്ന് ആൾക്കാർ വെറുതെ ഓടുക, എന്തിനോ വേണ്ടി ഓടുക. അതായത് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ പൈസ സമ്പാദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അപ്പോൾ ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ലൈഫ് തിരിച്ചറിവ് കിട്ടുകയാണ്. അതെവിടെ തിരിച്ചറിവ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം അയാളുടെ മുന്നിൽ, ജീവിതത്തിന് മുന്നിൽ കടന്നു വരും. ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറാന്ന് പറഞ്ഞ പോലെ ഈ ചോദ്യമാണ് അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാൻ പറയാൻ പോണ കഥയുടെ നായകന് നമ്മളെല്ലാവരുമായിട്ട് കണക്റ്റ് ആവും. കാരണം അവൻ 90s കിഡാണ്, എന്നെ പോലെ. അമൽ എന്നാണ് അവൻ്റെ പേര്. യെസ്, അമൽ, യുവർ ഫ്രണ്ട്. അപ്പോൾ IT പ്രൊഫഷണലാണ്. അപ്പോൾ ആള് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഒരു ഫ്ലാറ്റിലാണ്. 1 പാക്കേജ്. ആൾ ഫുൾ സെറ്റിലാണ് ലൈഫ്. അവൻ്റെ വീട്ടിലെ പോലെ ടെക്നോളജിയുടെ വീടാണ്. അലക്സേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇട്, ഫാൻ ഇടുന്ന് പറഞ്ഞാൽ ചെയ്യും. അങ്ങനെ ആൾ വൺസ് അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഷോയും കാണിച്ചിട്ടാണ് ആൾ പോവാറ്. അപ്പോൾ ഇവൻ്റെ ലൈഫിലുണ്ടായൊരു എക്സ്പീരിയൻസ്, അവൻ എങ്ങനെ ലൈഫിൽ ഇതുപോലെ പൊക്കോണ്ടിരുന്ന ലൈഫ്, അതായത് ഓട്ടോമാറ്റഡ് ജീവിതമായിരുന്നു അവൻ്റെ. രാവിലെ എണീക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, ജോലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ആ വർക്ക് ക്ഷീണിതനായിട്ട് വന്നിട്ട് ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും പറ്റാണ്ട് കടന്നുറങ്ങുന്നു, പിന്നെ എണീക്കുന്നു. ഇതന്നെ അവൻ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവന് ഒരു പോയിന്റ് എത്തിയപ്പോൾ ലൈഫ് ചേഞ്ച് ആയി. ഒരു ക്വസ്റ്റ്യൻ അവനെ അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് അവനും ഒരു തിരിച്ചറിവ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ലൈഫിൽ വന്ന മാറ്റമൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇടയിൽ ചിലപ്പോൾ നിനക്ക് കുറേ സയൻസൊക്കെ ആഡ് ചെയ്യാനുണ്ടോ. ഒരു ദിവസം അമ്മന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് വീട്ടിൽ സിക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ലേറ്റ് ചെയ്ത് വന്ന് ബെഡ് റെസ്റ്റ് ചെയ്തു, കഞ്ഞിയെ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയം, അതായത് സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ വരുന്ന സമയം,
ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കുട്ടികളുടെ ഒരു പതിവുണ്ട്. അതായത് വീട്ടിൽ വന്നിട്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് ഇവർ ഷെയർ ചെയ്യും. ഓക്കെ. എന്തൊക്കെയാണ് നടക്കാതാണ്, എനിക്ക് സംഭവിച്ചു, അത് സംഭവിച്ചു, ചോറ് കുറേ തിന്നു, അവനെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകൾ പറയും. അപ്പോൾ അമ്മന് വീട്ടിലുള്ളതുകൊണ്ട് ഇവരോട് സംസാരിച്ചു കുട്ടികൾ. അച്ഛനുള്ള ആ ചാൻസ് കിട്ടാറില്ല. കിട്ടാറില്ല. അപ്പോൾ സംസാരിച്ചു. അപ്പോൾ അവൻ അതിലിങ്ങനെ എക്സൈറ്റഡ് സംസാരിച്ചിട്ട് കുട്ടികളുടെ ഹാപ്പിനെസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി രണ്ടെണ്ണത്തിൽ ഒരു കുട്ടി പെട്ടെന്ന് ചോദിച്ചു, അച്ഛൻ ലാസ്റ്റ് ഹാപ്പി ആയ ദിവസം എന്നാന്ന് ചോദിച്ചു. ലാസ്റ്റ് അച്ഛൻ ഹാപ്പി ആയിട്ടുള്ള ദിവസം എന്നാന്ന് ചോദിച്ചു. ഓക്കെ. അപ്പം അമ്മനിങ്ങനെ ആലോചിച്ചെടുത്തപ്പോൾ ഉണ്ട്, ജോലിക്ക് കയറിയില്ലേ, ആ ജോലിക്ക് കയറിയതാണ് അവൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് ആയ കാര്യം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈ ചോദ്യം ഫേസ് ചെയ്യുന്നവരെ അവന് ഒരു കാര്യം ഓർമ്മയില്ല. 10ാം ക്ലാസ്, അതായത് നമ്മളൊക്കെ അവൻ്റെ ചെറുപ്പത്തിൽ കാര്യങ്ങൾ, ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യങ്ങളും ആ ജോലി കിട്ടുന്നവരെ അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, സന്തോഷിച്ച കാര്യങ്ങൾ. റൈറ്റ്. പക്ഷെ ആ ചോദ്യം ഏത്, നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റ് ഹാപ്പി എന്നുള്ള ചോദ്യം വന്നപ്പോൾ അവനാകെ ബ്ലാങ്കായി. കാരണം ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ അമലിന് ഫീൽ ചെയ്തുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അമലിന് പെട്ടെന്ന് ബ്ലാങ്ക് ആയി എന്ന് പറഞ്ഞില്ലേ. അമൽ ജോലിക്ക് കയറിയതാണ് അവന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അവസാനത്തെ കാര്യം. പിന്നെ അവന് കുട്ടി ആ ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നും ഓർമ്മ കിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഇതിനെ സൈക്കോളജിയിൽ ഒരു ടേം പറയും, ടെമ്പോറൽ കംപ്രഷൻ എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എപ്പോഴും നമ്മൾ സമയം അളക്കുന്നത് സെക്കൻഡ്സ് വെച്ചിട്ടൊന്നുമല്ല. ഇപ്പം നീ ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് എങ്ങനെയാണ് സമയത്തിന് മെഷർ ചെയ്യുക? സെക്കൻഡ്സ് വെച്ചിട്ടും മിനിറ്റ്സ് വെച്ചിട്ടും ഹവേഴ്സ് വെച്ചിട്ടൊക്കെ അല്ലേ. നമ്മളുടെ ബ്രെയിൻ എപ്പോഴും സമയത്തിനെ അളക്കുന്നത് ആ സമയത്തിലുണ്ടായ നമ്മളുടെ എക്സ്പീരിയൻസുകൾ ഡെൻസിറ്റി വെച്ചിട്ടാണ്. പുതിയ ഒരുപാട് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പുതിയ എക്സ്പീരിയൻസിൽ ഡെൻസിറ്റി കൂടി, അപ്പോൾ പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ആയി, അപ്പോൾ അവിടെ പുതിയ ടൈം അവിടെ ക്യാപ്ചർ ആയിട്ട് വരും. അപ്പോൾ അമലിന്റെ ലൈഫിൽ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു. ഇതിലൊന്നും പ്രെഡിക്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളില്ല. നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അമലിന് കൃത്യമായിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ അറിയാം. അപ്പോൾ ബ്രെയിൻ അറ്റൻഷൻ കൊടുക്കില്ല. ബ്രെയിൻ എപ്പോഴും പുതിയ എക്സ്പീരിയൻസുകൾക്കും പുതിയ കാര്യങ്ങൾക്കുമാണ് അറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ ഇതിന് ടൈം അവിടെ കാൽക്കുലേറ്റ് ആവുള്ളൂ. ഇപ്പം അമലിൻ്റെ കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അമലിൻ്റെ കുട്ടികൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം പുതിയ കാര്യങ്ങളാണ്. അതുപോലെയാണ് നമ്മൾ ചൈൽഡായിരിക്കുമ്പോഴും പുതിയ മണങ്ങൾ, പുതിയ എക്സ്പീരിയൻസസ്, പുതിയ ആളുകൾ, പുതിയ സ്ഥലങ്ങൾ, നമുക്ക് എല്ലാം അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലോകത്തിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പത്തിൽ. അപ്പോൾ നമ്മൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് ക്യാപ്ചർ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആ ടൈമിനെ മുഴുവൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പക്ഷേ ലൈഫ് പ്രെഡിക്റ്റബിൾ ആവുമ്പോൾ, ദ പ്രെഡിക്റ്റബിലിറ്റി ഗെയിമിലേക്ക് നമ്മുടെ ലൈഫ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അമൽ എൻ്റർ ചെയ്ത പോലെ നമ്മളുടെ ബ്രെയിൻ അതിനൊന്നും അറ്റൻഷൻ കൊടുക്കില്ല. അറ്റൻഷൻ കൊടുക്കാതെ ആവുന്ന സമയത്ത് ആ മെമ്മറി ഒന്നും അവിടെ സ്റ്റോർ ആവില്ല. ബ്ലിങ്ക് ഓഫ് സെക്കൻഡിൽ സമയം പറന്നു പോയി കളയും. ഇപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സയൻറ്റിഫിക് കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും ഫേസ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മളെല്ലാവരും ചായ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കില്ലേ, അല്ലെങ്കിൽ കുക്കിങ്ങൊക്കെ താല്പര്യമുള്ള ആളാന്ന് വിചാരിക്കാം. നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴാണ് ലാസ്റ്റ് ചായ ഉണ്ടാക്കിയെന്നുള്ള മെമ്മറി നമ്മൾ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കില്ല. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് പാൽ ഒഴിക്കുക, ഇത്ര എമൗണ്ട് ഓഫ് ചായപ്പൊടി ഇടുക, ഇത്ര എമൗണ്ട് ഓഫ് പഞ്ചസാര ഇടുക, എന്താണ് ചായയുടെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ആ പ്രെഡിക്റ്റബിലിറ്റി എന്താ നമുക്കറിയാം. സോ ബ്രെയിൻ വിൽ നോട്ട് ഫീഡ് ഇറ്റ്. നേരെ മറിച്ചൊരു വീക്കെൻഡിൽ നീ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആദ്യമായിട്ട് നീ ഒരു ചിക്കൻ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവർക്ക് ട്രീറ്റ് കൊടുക്കാൻ പോകുമെന്ന് വിചാരിക്കാം. യുവർ ബ്രെയിൻ വിൽ സ്റ്റോർ എവറി ബിറ്റ് ഓഫ് ദാറ്റ് ഇൻസിഡൻറ്റ്. ഏറ്റവും ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആ പ്രോസസ്സ് മുഴുവൻ നിനക്ക് കംപ്ലീറ്റ്ലി ഓർമ്മ ഉണ്ടാവും. നീ വളരെ അലേർട്ടായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് ആ ബിരിയാണിയുടെ റിസൾട്ട്, ബിരിയാണി നന്നായി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ പ്രോസസ്സിൽ നിന്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കും. ബിക്കോസ് ബ്രെയിൻ ഡസൻ നോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. സിമ്പിളായിട്ട്. സോ ഇതുപോലത്തെ പുതിയ എക്സ്പീരിയൻസസ് വരുമ്പോഴാണ് ബ്രെയിൻ മെമ്മറി ക്യാപ്ചർ ആവുന്നത്. ബ്രെയിനിൽ മെമ്മറി ക്യാപ്ചർ ആവുമ്പോഴാണ് ബ്രെയിൻ ടൈം നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അമലിൻ്റെ കേസിൽ അമൽ ജോലിക്ക് കയറിയതിന് ശേഷം അമലിൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാം പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് അമലിൻ്റെ ബ്രെയിനിൽ പ്രത്യേകിച്ച് ഒന്നും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് വയ്ക്കാനില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ആ ചോദ്യം ചോദിച്ചപ്പോൾ അമൽ ബ്ലാങ്ക് ആയി പോയേ. അങ്ങനെ അമൽ ആ സിറ്റുവേഷൻ എണീറ്റ് പോയി. വൈകുന്നേരം ആൾ മറുപടി കൊടുക്കാതെ അയാൾ എണീറ്റ് പോയി. ഓക്കെ. അതിനുശേഷം പിന്നെ അന്ന് വൈകുന്നേരം അമൽ കിടക്കാൻ നേരത്തെ ആൾക്ക് ഉറക്കം വരുന്നില്ല. ആൾക്ക് ടോട്ടലി അസ്വസ്ഥനാണ്. തിരിഞ്ഞും മറിഞ്ഞും എന്തൊക്കെയോ ഉത്കണ്ഠകൾ കയറി വരുന്നു. അതിൻ്റെ ഇടയിലേക്ക് കുറേ വെള്ളം കുടിക്കാൻ തോന്നുന്നു. മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അയാളിങ്ങനെ എണീറ്റ് പോയിട്ട് അത് ജനലിൻ്റെ മറ്റേ കട്ടൻ മാറ്റിയിട്ട് ഇങ്ങനെ
പുറത്തേക്ക് നോക്കിയത് സിറ്റി നോക്കിയത് കാണും. അപ്പോൾ സിറ്റിയിൽ വെളിച്ചങ്ങളും വണ്ടികൾ പോകുന്നു മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അമലിനെ ഉറക്കത്തിൻ്റെ ഏതോ ഒരു സമയത്ത് ഭാര്യ ഞെട്ടി എണീക്കുമ്പോൾ അമലിങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അവൻ എണീറ്റ് പോയിട്ട് ഭാര്യ ചോദിക്കുന്നത്, എന്താ അമൽ ഇവിടെ നിൽക്കുന്നത്, രാത്രിയുടെ ഉറക്കമൊന്നുമില്ലേ? അപ്പോൾ അമൽ പറയും, അതല്ലടി, അവൻ കുട്ടികൾ എന്നോട് ചോദിച്ച ചോദ്യം എന്നെ ഇപ്പോഴും അലട്ടുകയാണ്. അതായത് ഞാൻ എപ്പോഴാണ് ലാസ്റ്റ് സന്തോഷമായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഇത്രത്തോളം ലൈഫിന്, അതായത് ലൈഫിൽ ഇങ്ങനെ സമ്പാദിക്കുന്നു, ലൈഫ് എല്ലാ ദിവസവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തെറ്റിപ്പോയി. കാരണം ഞാൻ ലൈഫിനെ സത്യം പറഞ്ഞ് ആസ്വദിച്ചിട്ടില്ല. അപ്പം ഞാൻ ആകെ അസ്വസ്ഥ, ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അമൽ എണീറ്റു. ആളുടെ ഓട്ടോമേറ്റഡ് ലൈഫ് ഉണ്ട്, അത് ജിമ്മിന് പോകുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഓട്ടോമേറ്റഡ് ലൈഫൊക്കെ ബ്രേക്കായി. ആൾ ദിവാസ്വപ്നത്തിലാണ്. ആളിങ്ങനെ എണീറ്റ് നേരെ വരുന്നു. അയാൾ കുളിയും കാര്യങ്ങളൊക്കെ തീർത്ത് ഭക്ഷണം കഴിച്ചിട്ട് അയാൾ അങ്ങനെ ഇറങ്ങിപ്പോയി, ഒന്നും മിണ്ടാതെ, ഭാര്യയോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. വർക്കിന് പോയിട്ട് അയാൾ വർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ സാധാരണ ഇത്ര ക്യാബിനിൽ പോയാൽ അതൊന്ന് നീറ്റ് ഹെവി ക്ലീൻ ആക്കി വെച്ചിട്ടിരിക്കാറുണ്ട്. അതൊന്നുമില്ല. ഇയാൾ വന്നു, ബാഗ് പിടിച്ചിരുന്നു, എന്നിട്ട് സിസ്റ്റം നൈറ്റിൽ ചെക്ക് ചെയ്യുന്നു. അന്നേ ചെക്ക് ചെയ്യുന്ന മെയിലുകൾക്ക് റിപ്ലൈ കൊടുക്കില്ല. അല്ലെങ്കിൽ വർക്കുകൾക്ക് ആൾക്കാർ വന്നിട്ട്, സ്റ്റാഫുകൾ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരോട് ചൂടാവുക. ആ പ്രോബ്ലം കേൾക്കാനൊന്നും സമയമില്ല, നീക്ക് എന്തിനാ വർക്ക് ചെയ്യുന്നത് ഇറക്കി വിടുക. ആകെ ആൾക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ള മരുന്ന്. അപ്പോഴാണ് കമലൊരു ഐഡിയ വരുന്നത്, ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ മാനേജറോട് പറയും, കാരണം വർക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദിവസം ലീവ് വേണമെന്ന് പറയും. അപ്പോൾ പെട്ടെന്നൊരു കമ്പനി ലീവ് കൊടുക്കാം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അമൽ നിർബന്ധിച്ചിട്ട് ഇല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പം മാനേജർ മനസ്സിലായി ലീവ് കൊടുക്കും, ശരി ഇപ്പോൾ ഇരിക്കുന്നോട്ട് ആൾ വീട്ടിൽ പോകാം. അങ്ങനെ വീട്ടിലേക്ക് ആൾ പോകുമ്പോഴാണ് അയാളുടെ ഭാര്യ സർപ്രൈസ് ആയിട്ട് ഇയാൾക്കൊരു ടിക്കറ്റ് കൈ കൊടുക്കുക. അതായത് നിങ്ങൾ ലോൺലി ആയിട്ട് ഒരു യാത്ര പോയിട്ട് വരാൻ പറഞ്ഞിട്ട്, അതായത് നാട്ടിലേക്ക്. അങ്ങനെ അവർ യാത്ര പുറപ്പെടുക നാട്ടിലേക്ക്. അപ്പം അങ്ങനെ ട്രെയിനിലേക്ക് വരുന്ന സമയത്താണ് അവൻ്റെ ഓപ്പോസിറ്റ് ചേച്ചി ഇരിക്കുന്നത് കണ്ടിട്ട് ആ പുള്ളിക്കാരത്തി ഒരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക വർക്ക്. അപ്പോഴാണ് ഇവൻ അന്ന് ഭയങ്കര ഒരു പർട്ടിക്കുലർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് പടം വരിക. അപ്പോൾ ഇവൻ ആ കാര്യം ഓർമ്മ വന്നു, അന്ന് എത്രയോ ചെറുപ്പത്തിൽ നന്നായി പെയിൻറ്റ് ചെയ്യണം, ആർട്ടിസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പം അത് മനസ്സിൽ മൂടി വെച്ച് ാണ് അവൻ ജീവിതത്തിലേക്ക് കിടന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു. അങ്ങനെ ഈ ട്രെയിൻ യാത്രയ്ക്കിടെ പുഴയടുത്തൂടെ ട്രെയിൻ വരുമ്പോൾ അവിടെ കുട്ടികൾ ഇങ്ങനെ ചാടിക്കളിങ് കാണുമ്പോൾ ഇവൻ ചെറുപ്പകാലത്തിൽ ഇവൻ പുഴയിൽ കളിച്ച കാര്യങ്ങൾ അവൻ ഓർമ്മ വരും. അവൻ്റെ കൂട്ടുകാരെ അവൻ ആലോചിക്കും, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിന്. പിന്നെ കുറച്ചുകൂടി വരുമ്പോൾ കന്നുകാലികളെ കാണും. അപ്പോൾ പണ്ട് ഇവൻ വീട്ടിൽ പശുക്കളുള്ളതുകൊണ്ട് ഇങ്ങനെ തൊഴുത്ത് മറ്റേ ഇങ്ങനെ മേശുവിനെ മേയ്ക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവന് ഓർമ്മ വന്നു. അപ്പം അവൻ ലൈഫിൽ സത്യം പറഞ്ഞാൽ സന്തോഷിച്ച കാര്യങ്ങളൊക്കെ അവന് ഒരു വീഡിയോ കോളിങ് ഇങ്ങനെ അലൈഡ് ചെയ്യുക. അങ്ങനെ അവൻ വീട്ടിലെത്തി. അവന് പാലപ്പേടുകാരനല്ലോ, കൊല്ലങ്കോടാണ് അവൻ്റെ വീട്. കൊല്ലങ്കോട്. അപ്പോൾ സ്ട്രെസ്ഡായി വന്ന ലൈഫിന് മാറാനായിട്ട് പറ്റിയ ഫലം. അപ്പോൾ ആശനാണ് വീട്ടിലെത്തി, അന്ന് റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം മുതൽ ആൾക്ക് വീട്ടിലിരിക്കുമ്പോഴും ഓഫീസിലെ കാര്യങ്ങളാണ് ആൾ കൂടുതൽ ഫോക്കസ് ആവുന്നത്. അതായത് ഈ മെയിലുകൾ ചെയ്യുക, കോൾ ലോഗ്സ് നോക്കുക, മെസ്സേജ് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അമലിനും മനസ്സിലായി എനിക്ക് ഫോക്കസ്ഡ് ഓഫ് പറ്റില്ല. അങ്ങനെ അമൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവൻ എത്ര നാൾ നാട്ടിലിരിക്കുന്നു അതിനുശേഷം ഓണാക്കൊണ്ട് തീരുമാനം എടുത്തിട്ട് ഓഫാക്കി. എന്തായാലും ലീവിലാണല്ലോ ഓഫാക്കുന്നത്. ഇടപെടുത്താനായ ഈ നെൽപ്പാടമാണ് അന്ന് പോയ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, കാരണം കൊല്ലങ്കോട് അറിയാലോ. അപ്പോൾ ദൂരെ ഇങ്ങനെ ഉദിച്ചിരിക്കുന്ന സൂര്യനെ കറക്റ്റ് പാടങ്ങളുടെ ഇടയിൽ കൂടെ, മരങ്ങളുടെ ഇടയിൽ കൂടെ സൂര്യനെ കാണുന്നു. അപ്പോഴാണ് അമലിന് അവൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരും, അവൻ്റെ പഴയ അമലിനെ അവൻ ഓർമ്മ വരും. അവൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കും, ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അതുവരെ ബാംഗ്ലൂരിൽ ഈ എന്താ പറയുക സോക്സും ഷൂ വലിച്ച് കയറ്റി അല്ലെങ്കിൽ കൊട്ടുസൂട്ടിട്ടിരുന്ന അമൽ ഒരു ലുങ്കി ഷർട്ടും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ചെരുപ്പൊന്നും ഇടാതെ ഒരാടെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അമലിനെ സത്യം പറഞ്ഞാൽ ഫീൽ ആവുന്നത്. അതായത് ഇത്രയും കാലത്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഓർമ്മകൾ അവന് ഫീൽ ആവുകയാണ്. അങ്ങനെ അമൽ എന്ത് ചെയ്യും, അടുത്ത പാടങ്ങളോട് ചുറ്റി കടപ്പ് അടുത്തുള്ള ചായക്കടയിലേക്ക് ഒന്ന് പോയിട്ട് പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യും. അപ്പം അവരുടെ ഓർമ്മകളൊപ്പം ഒന്ന് പുതുക്കുമ്പോൾ അവൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണും. ആ കുളത്തിരിപ്പം ഒന്ന് പോയി കുളിക്കും. അങ്ങനെ അമൽ എന്താണോ അതായത് അവൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുന്ന സന്തോഷമുള്ള സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ
അവനൊരു വീട്ടിൽ ഒരു ഒരാഴ്ചത്തോളം വീട്ടിൽ നിന്നായിരുന്നു. അവൻ ആഴ്ച കാലം അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് അവൻ ചെയ്യുന്ന കാര്യങ്ങളെ ആസ്വദിക്കാൻ തുടങ്ങി. അതായത് വീട്ടിൽ വരുന്നു, വീട്ടിലെന്താണ് ഫുഡ്, ആ ഫുഡ് അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. ശരിക്കും ലൈഫ് നമുക്ക് സിമ്പിളാണ്. അവൻ കോംപ്ലിക്കേറ്റഡ് ആക്കി അവൻ്റെ സന്തോഷങ്ങളൊക്കെ മറന്ന് അതിനെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോയി ജീവിച്ച് സമയം പോയത് അറിയാതെ ഒരു മെഷീൻ പോലെ ജീവിച്ച് പോവാന്നുള്ളതാണ്. അപ്പോഴാണ് അവന് ബോധം വരുന്നത്. ഇപ്പൊ ജോബിയുടെ ഫ്രണ്ട് അമലിന്റെ സ്റ്റോറിയിൽ അമല് ഒരാഴ്ചത്തോളം നാട്ടിലുണ്ടായ എക്സ്പീരിയൻസിനെ നമുക്ക് സൈക്കോളജിക്കലി വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് സെൻസറി ഇൻപുട്സ് ഉണ്ട് അല്ലേ? അതെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ട്രഡീഷണലി 5 സെൻസസ് ഉള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ 5 സെൻസറുകളെ. പക്ഷെ ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത് 10 to 20 സെൻസറി ഇൻപുട്സ് വരെ ഉണ്ടെന്ന്. അത് വേറൊരു സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ സെൻസറി ഇൻപുട്സ് വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡാറ്റ കളക്ട് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? നമ്മൾ എത്രത്തോളം സെൻസറി ഇൻപുട്സ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ ആ ആക്ടിവിറ്റിയുടെ ഡെപ്ത്, മെമ്മറി ഡെപ്ത് അത്രയും കൂടുതലായിരിക്കും. അമലിനെ സംബന്ധിച്ചിടത്തോളം അമല് മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അമലിൻ്റെ എല്ലാ സെൻസറി ഇൻപുട്സ് വെച്ചിട്ടാണ് മെമ്മറി ക്യാപ്ചർ ചെയ്തത്. ടച്ച് ഉണ്ട്, ഫീൽ ഉണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം അമല് സെൻസറി ഇൻപുട്സ് വളരെ ബ്യൂട്ടിഫുള്ളായി യൂസ് ചെയ്തിട്ട് ആ മെമ്മറീസ് മൊത്തം എടുത്തത്. അപ്പോൾ അമലിന് ആ പർട്ടിക്കുലർ മെമ്മറി ബ്രെയിനിൽ അത്രയും ആഴത്തിൽ ഫീഡാവും. അപ്പോൾ ബ്രെയിനിന് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ബ്രെയിൻ ടൈം മെഷർ ചെയ്യുന്ന സെക്കൻഡ്സ് വെച്ചിട്ടല്ല, മെമ്മറി ഡെൻസിറ്റി വെച്ചിട്ടാവും. അപ്പോൾ അമലിന് ആ സമയം വളരെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യും. സമയം എക്സ്പാൻഡ് ചെയ്ത പോലെ ഫീൽ ചെയ്യും. അമലിൻ്റെ ബാംഗ്ലൂരിലെ ഓട്ടോമേറ്റഡ് ലേക്ക് പോലെ ഫീൽ ചെയ്യില്ല. സമയം കുറച്ചുകൂടെ കൂടുതൽ സ്ട്രക്ചറായ പോലെ ഫീൽ ചെയ്യും. നമ്മൾ വെറുതെ ഒരു സ്ഥലത്തിരുന്നിട്ട് തുറസായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസിൽ ഒരു പാടത്തിൻ്റെ വരമ്പത്തോ അല്ലെങ്കിൽ കുളത്തിൻ്റെ കരയിലോ പോയി ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അവിടെയുള്ള എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. സമയം ഒരുപാടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് വി ആർ സോ ഫോക്കസ്, വി ആർ യൂസിങ് അവർ സെൻസസ്. ടൈം പെട്ടെന്ന് പോവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദിസ് ഈസ് ഹൗ യു ക്യാൻ ട്രിക്ക് യുവർ ബ്രെയിൻ. സമയം നമുക്ക് പെട്ടെന്ന് പോകുന്നു എന്നുള്ള നമ്മുടെ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സമയത്തെ നമുക്ക് ഡൈലേറ്റ് ചെയ്യണമെങ്കിൽ, സമയത്തെ നമുക്ക് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ, വി ഹാവ് ടു യൂസ് ഓൾ അവർ സെൻസറി ഇൻപുട്സ് ടുഗെദർ ആൻഡ് ഫീൽ വാട്ട് വി ആർ ഡൂയിങ്. ആഴ്ചത്തെ കാലം അവൻ നാട്ടിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഇന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകണം. അവിടെ പോയിട്ട് പിന്നീടുള്ള അവൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് തിരിച്ചറിവ് കിട്ടിയല്ലോ. അതായത് ലൈഫിനെ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് അവൻ രാവിലെ എണീക്കുമ്പോൾ ഈ ജിമ്മ് ചെയ്യുന്നതായാലും അതിന് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ചെയ്യുന്ന പ്രവൃത്തിനെ ഫീൽ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യമായിട്ട് അമൽ ഇഡ്ഡലി കൊള്ളാലോ എന്ന് പറയുമോ. അപ്പോൾ ഭാര്യ ഞെട്ടനോടെ ഇഡ്ഡലി കൊള്ളാമെന്ന്, എന്താ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ദിവസം തന്നെയാണ്, നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അവൻ്റെ ഓട്ടോമേറ്റഡ് ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ ഇഡ്ഡലി സ്വാദോടുകൂടി കഴിക്കുന്നത്. അപ്പോഴാണ് ഇവന് ട്രിഗറായത് നല്ലതാണെന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൻ്റെ വർക്കിൽ പോയി. വർക്കിൽ പോയപ്പോൾ വർക്കിലെ ആൾക്കാർ, അതായത് ഇവരുടെ ഇടപെടലെന്നൊക്കെ വളരെ മാറ്റം. ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര തിരിച്ചവരോടും സംസാരിക്കുന്നു. പിന്നെ വീക്കിലി വൺസ് അവൻ കുട്ടികൾ, അതായത് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ ലൈഫ് പിന്നെ ആ പഴയ പോലെ ഈ എന്താ പറയുക സ്ട്രെസ്ഡ് ലൈഫിൽ മാറിയിട്ട് അവർ ലൈഫ് എൻജോയ് ചെയ്തു. അതായത് ലൈഫ് സിമ്പിൾ എന്ന് പറഞ്ഞ പോലെ ലൈഫിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ലൈഫിനെ ആസ്വദിക്കുക എന്നുള്ളൊരു. ഇപ്പം അവൻ ബാംഗ്ലൂർ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നിന്റെ ഫ്രണ്ട് അമൽ ഫേസ് ചെയ്ത ഇഷ്യൂ ഒട്ടുമിക്ക എല്ലാ 90s കിഡ്സും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും. ഒരുപാട് പേര് ഈ ലൈഫിൻ്റെ പ്രിഡിക്റ്റബിൾ ട്രാപ്പിൽ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ ചെയ്ത് മുന്നോട്ട് പോയി ഫേസ് ചെയ്യുന്നതായിരിക്കും. സോ അവരുടെ നമുക്ക് എന്താ പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 4 സിമ്പിൾ ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് ആ ട്രാപ്പിൽ നിന്ന് അമൽ പുറത്തു വരാൻ പറ്റും. അതിനാദ്യം എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ നോവൽറ്റി ക്രിയേറ്റ് ചെയ്യുക. നോവൽറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുക, അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീ നിൻ്റെ ഓഫീസിലേക്ക് ഡെയിലി ബൈക്കിൽ പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിനക്കെല്ലാം അറിയാം, ഇന്ന ട്രാഫിക് സിഗ്നലിൽ എത്തുമ്പോൾ ഇത്ര ടൈം അവിടെ ഡിലേ ഉണ്ടാവും, ഈ സമയത്ത് ആ ബസ് അവിടെ കയറി പോവും എന്നെല്ലാം നീ പ്രിഡിക്റ്റബിളായിട്ട് നിൻ്റെ ബ്രെയിനിന് അറിയാം. അതിനെ സ്റ്റോപ്പ് ചെയ്യുക. എല്ലാ ദിവസവും ബൈക്കിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം ട്രെയിനിലോ
ബസ്സിലോ അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിൻ്റെ കൂടി പോയി നോക്കുക. അന്ന് നീ എക്സ്പീരിയൻസ് ചെയ്യുന്ന മെമ്മറി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നിന്റെ ബ്രെയിൻ ഇൻസുല ആക്ടിവേറ്റ് ആയിട്ട് പുതിയ മെമ്മറീസ് ക്യാപ്ചർ ആയി ടൈം എക്സ്പാൻഡ് ചെയ്തപോലെ ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് വൺ തിങ് യു ക്യാൻ ഡു ടു ക്രിയേറ്റ് നോവൽറ്റി. അടുത്ത എന്താണെന്നുണ്ടെങ്കിൽ അമല ട്രെയിനിൽ കയറിയപ്പോൾ സമയത്ത് ഇൻസിഡന്റ് പറഞ്ഞില്ലേ, ഒരു അടുത്തുണ്ടായിരുന്ന ഒരു ലേഡി പെയിന്റിങ് ചെയ്തായിരുന്നു പറഞ്ഞത്. അതേപോലെ നമ്മളെല്ലാവർക്കും ചെറുപ്പത്തിൽ നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ടും ഇഷ്ടത്തോടെ ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് മാർഷ്യൽ ആർട്സ് ആയിരിക്കാം, വല്ല കളരിയൊക്കെ പഠിക്കാൻ പോയി അല്ലെങ്കിൽ കരാട്ടയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഡാൻസിങ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ചെറുപ്പത്തിൽ പഠിക്കാൻ പോയിട്ടുണ്ടാവും. പിയാനോ, കീബോർഡ്, പാട്ട് പഠിക്കാൻ പോയ ആൾക്കാരുണ്ടാവും. അതൊക്കെ വീണ്ടും കൊണ്ടുവരിക. ഇപ്പം എങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഡെയിലി രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ജോലി കഴിയുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്നു, കിടന്നുറങ്ങുന്നു, റിപ്പീറ്റ്. ഇതിന് പകരം വൈകിട്ട് ജോലി കഴിഞ്ഞതിന് ശേഷം ബ്രെയിനിന് അൺഫെമിലിയർ ആയിട്ടുള്ള നോവൽറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹാബിറ്റ്സോ ഏതെങ്കിലും ഒരു ക്ലാസ്സസിലേക്കോ ചേരുക. കളറി പഠിക്കാൻ പോവുക, കളറി താല്പര്യം ഉണ്ടെങ്കിൽ. ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ചെറുപ്പത്തിലെ ക്യൂരിയസ് ആയെങ്കിൽ അത് പഠിക്കാൻ പോവുക. സോ അവിടെ ബ്രെയിൻ നോവൽറ്റി ക്രിയേറ്റ് ചെയ്തു. പ്രിഡിക്ഷൻ ഗെയിമും നമ്മൾ ഔട്ടായി. സോ മെമ്മറീസ് വീണ്ടും ബ്രെയിനിൽ ക്യാപ്ചർ ആവാൻ തുടങ്ങും, ടൈം എക്സ്പാൻഡ് ആവും. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വളരെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് അറ്റൻഷനിൽ ചെയ്യാൻ പറ്റുക. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ? ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ചിട്ടൊക്കെ കഴിക്കുന്നത്. ലഞ്ച് ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ചില സമയത്ത് ഞാൻ കണ്ണൊക്കെ അടച്ചിട്ട് നല്ല ഫീൽ ചെയ്ത് കഴിക്കാറുണ്ട്. വെരി ഓണസ്റ്റ്ലി. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും ഫീൽ ഞാൻ അത് കഴിക്കാറുണ്ട്. സോ നമ്മളവിടെ എന്താ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എല്ലാ സെൻസറി ഇൻപുട്സിനെയും അതിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ. അപ്പം നമ്മൾ ആ ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവും, ഇൻസുല ട്രിഗർ ആവും, മെമ്മറീസ് ക്യാപ്ചർ ആവും, ടൈം എക്സ്പാൻഡ് ആവും. ഇപ്പം എന്താ സംഭവിക്കുന്നത്? രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ കിടന്ന് ഓടുമായിരിക്കും. ബസ് മിസ്സാവും, ട്രെയിൻ മിസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ഓഫീസിൻ്റെ സമയത്ത് നിന്ന് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയം അവിടെ ഉണ്ട്. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. സ്ലോ ഡൗൺ ചെയ്യുക. പ്രോസസ്സിനെ കംപ്ലീറ്റ് സ്ലോ ഡൗൺ ചെയ്ത് എല്ലാ സെൻസറി ഇൻപുട്സും വെച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുക. എനിക്ക് ടൈം ബ്ലിക്ക് ഓഫ് എ സെക്കൻഡിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യില്ല, അവിടെ ടൈം എക്സ്പാൻഡ് ആവും. ദാറ്റ് ഇസ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, ഇമോഷണലി കുറച്ചുകൂടെ കണക്റ്റഡ് ആവുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നീ എൻ്റെ സ്റ്റോറിയിൽ അമലിൻ്റെ പിള്ളേർ സ്കൂളിലുണ്ടായ ഇൻസിഡൻസ് വൈകുന്നേരത്ത് അമ്മടുത്തൊന്ന് പറയുന്നു എന്ന് പറഞ്ഞില്ലേ? നമ്മളൊക്കെ എത്ര കാലമായി അതുപോലെ നമ്മുടെ ലൈഫിലുണ്ടായ ഒരു ദിവസത്തെ കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ അത് എന്താ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെ അടുത്തെങ്കിലോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തോ ഡെയിലി യു ഗീവ് എ കോൾ. എടാ, എൻ്റെ ലൈഫിൽ ഇന്ന് ഇതൊക്കെയാണ് ഉണ്ടായത്. സോ വാട്ട് യു ആർ ആക്ച്വലി ട്രൈങ് ടു ഡു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായ ഇത്തരത്തൊന്ന് റീക്യാപ്പ് ചെയ്യണം. അപ്പോൾ ബ്രെയിനിൽ വീണ്ടും ആ മെമ്മറീസ് ട്രിഗർ ആവും, ടൈം സ്ട്രെച്ച് ആവും. എൻ്റെ ഒരു ദിവസത്തിൽ ഇതൊക്കെ ഉണ്ടായേ, നിൻ്റെ ദിവസത്തിൽ ഇതൊക്കെ ഉണ്ടായേ. സോ വി ആർ ഷെയറിങ് ദ മെമ്മറീസ്. ദാറ്റ് ഈസ് തേർഡ് തിങ് യു ക്യാൻ ഡു. ഫൈനലി, നാലാമതൊരു പോയിന്റ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിൽ, റിഫ്ലക്ഷൻ. റിഫ്ലക്ട് ചെയ്യുക. നത്തിങ്. ജേണലില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കേട്ടിട്ടുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നീ എഴുതുന്ന ആളെന്ന് എനിക്കറിയാം. നമ്മളൊരു ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ അന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നിയ, നമുക്ക് വേറൊരാളോട് സ്നേഹം തോന്നിയ കാര്യം നമ്മൾ എഴുതുക അവിടെ. ഞാൻ ഇന്ന് ഒരാളെ ഹെൽപ്പ് ചെയ്തു, ഞാൻ ഇന്ന് ഒരു പർട്ടിക്കുലർ പേഴ്സണിന് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു, ഞാൻ ഇന്ന് ഒരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കോൺവെർസേഷനിലേക്ക് പോയി. ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ആ ദിവസം കഴിയുന്നതിന് മുന്നേ എഴുതി വയ്ക്കുക. അപ്പോൾ അവിടെ ജേണൽ ക്രിയേറ്റ് ആവുന്ന സമയത്ത് മെമ്മറീസ് കൂടും, ഇമോഷണൽ മെമ്മറി ഡെൻസിറ്റി കൂടും, ബ്രെയിൻ ഇത് ക്യാപ്ചർ ചെയ്യും, ടൈം സ്ട്രെച്ച് ആവും. ഇതിൽ തന്നെ ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു ടൈം വാൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ആഴ്ചയും നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞല്ലോ, ആ എക്സ്പീരിയൻസ് നമ്മൾ ഫോട്ടോ ആക്കി പ്രിന്റ് ചെയ്തിട്ട് നമ്മളുടെ വാളിൽ ഒട്ടിച്ച് വയ്ക്കുക. അപ്പം നമ്മളൊരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ ആ ചുമരിലേക്ക് നോക്കുന്ന സമയത്ത് ദർ ആർ എ ലോട്ട് ഓഫ് മെമ്മറീസ്, ഒരുപാട് മെമ്മറീസ് നമ്മൾ കളക്ട് ചെയ്തു. ആ മെമ്മറീസൊക്കെ നമ്മുടെ ചുമരിലുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും, അമലിൻ്റെ കേസിൽ അമലിൻ്റെ കുട്ടിയാണ് ചോദിച്ചത്, ഏതായിരുന്നു നിങ്ങളുടെ ഹാപ്പി ഡേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ടുഡേ, ഇന്നായിരുന്നു എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ എന്നൊക്കെ പറയാൻ കഴിയും. ഇങ്ങനെ ഒരു 4 ടെക്നിക്സ് നമ്മൾ ലൈഫിൽ സിമ്പിളായിട്ട്
ഇൻകോർപ്പറേറ്റ് ചെയ്താൽ തന്നെ ലൈഫ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ. ബേസിക്കലി ഞാൻ പറയുന്നത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യണം. നീ ആദ്യം പറഞ്ഞതുപോലെ ഈ കുറേ ക്യാഷ് ഉണ്ടാക്കി ഓടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിലൊന്നുമല്ല ലൈഫിൻ്റെ മീനിങ് ഇരിക്കുന്നത്. ലൈഫ് ഇസ് കംപ്ലീറ്റ് വെൻ യു ആർ സോ ഹാപ്പി. ആ ഹാപ്പിനെസ് കിട്ടുന്ന ആക്ടിവിറ്റീസ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നിങ്ങൾ ഹിമാലയത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. പകരം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി. ലുക്ക് ഡീപ്പ് ഇൻസൈഡ് യു, ഫൈൻഡ് വാട്ട് മേക്സ് യു ഹാപ്പി, ഐഡൻറ്റിഫൈ ഇറ്റ്, just focus on doing that again and again. Thank you so much for watching. We'll come up with another new episode. Bye.